ഞാനും ഉമ്മയും അനിയത്തിയും കൂടെയുള്ള ഒരു റോഡ് ട്രിപ്പ് കുറേ നാളായിട്ട് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ ആഗ്രഹത ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചി ടു ഹൈദരാബാദ്, അതാണ് ഞങ്ങളുടെ ഒരു പ്ലാന്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഡ്രൈവ് ചെയ്യണത് ഹൈദരാബാദ് വരെയൊക്കെ. ഇത്രയും ദൂരമൊക്കെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കേട്ടോ ഡ്രൈവ് ചെയ്യണത്. അപ്പോൾ അമ്മയും അനിയത്തിയും ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ നേരെ ബാംഗ്ലൂർ ചെല്ലുന്നു. ബാംഗ്ലൂർ ചെന്നിട്ട് രാത്രിയാകുമ്പോഴത്തേക്ക് ബാംഗ്ലൂർ എത്തി ഞങ്ങൾ. അങ്ങനെ ബാംഗ്ലൂർ ഞങ്ങൾ ഹോളിഡേ ഇന്നിൽ റൂം എടുത്തു. അവിടെ എൻ്റെ ഫ്രണ്ടും ഫാമിലിയും ഉണ്ടായിരുന്നു കേട്ടോ. അവർ ഓൾറെഡി ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അവരുടെ മോൻ്റെ ഒരു അഡ്മിഷൻ്റെ കാര്യത്തിന് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തു. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ചെക്കൗട്ട് ചെയ്ത് ഞങ്ങളിതാ ബാഗേജൊക്കെ എടുത്തിട്ട് കാറിൽ വെച്ചു. ഫാമിലി അവരുടെ കാറിൽ മുന്നോട്ട് നീങ്ങി. ഞാനും ഉമ്മ അനിയത്തിയും കൂടെ നമ്മുടെ വണ്ടിയിലും പോയി. അങ്ങനെ ഇതാ കുറേ അങ്ങ് പോയപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശന്നു. അങ്ങനെ വിശന്നപ്പോൾ ഇതാ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ എംപയർ കണ്ടുപിടിച്ചു കേട്ടോ. ഒരു നല്ല രസമുള്ളൊരു മോളാണ്. ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉള്ളൂ, അടിപൊളിയാണ്. അവിടുന്ന് നമ്മൾ നെയ്ച്ചോറൊക്കെ കഴിച്ച് ഇറങ്ങി. അങ്ങനെ കുറേ അങ്ങ് പോയി. പിന്നെ ആന്ധ്രയൊക്കെ എത്തിയപ്പോഴേക്കും നല്ല ടയേർഡായി. അപ്പോൾ ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി. ചായയൊക്കെ കുടിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ചായ ആയിരുന്നു. പിന്നെ ഭയങ്കര രസമുള്ള ലൊക്കേഷൻ, എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അതോ ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇത്രയും ദൂരമൊക്കെ വണ്ടി ഓടിക്കണമെന്നുള്ള. പിന്നെ നല്ല രസമായിരുന്നു. ആദ്യമായിട്ടാണല്ലോ ഉമ്മയും ഞാനും അനിയത്തിയും മാത്രം ഇങ്ങനെ ഒരു ലോങ് ജേർണി പോണത്. പിന്നെ ഫ്രണ്ടിൽ ഈ ഒരു ഫാമിലിയും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടെ കംഫർട്ടായിരുന്നു കേട്ടോ, അതൊരു സത്യമാണ്. അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദ് രാത്രി ആയപ്പോഴേക്കാണ് എത്തിയത്. നല്ല രാത്രിയായി. അങ്ങനെ പക്ഷെ വിശന്ന് കുടൽ കരിഞ്ഞായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റൊക്കെ കണ്ടുപിടിച്ച് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് നേരെ നീങ്ങി. ഇപ്പോൾ രാമോജി ഫിലിം സിറ്റി കാണാമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മെയിൻ പ്ലാൻ. അങ്ങനെ അതിനകത്ത് തന്നെ സിത്താര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടൽ എടുത്തു. അതിനകത്ത് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ, ശരിക്കും പാലസ് പോലെ ഇരിക്കുന്നത് സിത്താര. ഭയങ്കര രസം. നമ്മൾ എന്നിട്ടിങ്ങനെ ആലോചിക്കായിരുന്നു ഇതിനകത്ത് ഷൂട്ട് ചെയ്യാമല്ലോ എന്ന്. ചിലപ്പോൾ കുറേ മൂവീസൊക്കെ ഈ സിത്താരയ്ക്കകത്തും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഇത് ഈ ഫിലിം സിറ്റിക്ക് അകത്താണുള്ളത് ശരിക്കും. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അസലായിട്ട് കഴിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ രാജകീയമായിട്ടുള്ള പ്രഭാത ഭക്ഷണം തന്നെ പറയാം. നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫിലിം സിറ്റി നന്നായിട്ട് ചുറ്റിക്കാണാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പാക്കേജിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ഫുഡ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജ് ഉണ്ട്, ഇൻക്ലൂഡഡ് അല്ലാത്തതുണ്ട്. ഞങ്ങൾ ഇൻക്ലൂഡഡ് അല്ലാത്ത എടുത്ത കേട്ടോ, കാരണം നമ്മുടെ ഇഷ്ടത്തിന് ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കഴിക്കാമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതാ ബസ്സിനകത്ത് കയറാൻ പോവാണ്. 1666 ഏക്കറിന് മുകളിലാണ് രാമോജി ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 1996 ഈ ഒരു ഫിലിം സിറ്റി ഉണ്ടായിട്ടുള്ളത്. രാമോജി റാവു ആണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹമാണ് ഇതിൻ്റെ ഫൗണ്ടർ. ഇവിടെ ഷൂട്ട് ചെയ്യാത്ത സിനിമകൾ ഭയങ്കര കുറവാണെന്ന് തന്നെ പറയാം. കാരണം നമുക്ക് എല്ലാ ലൊക്കേഷനും കാണുമ്പോൾ നമ്മൾ അയ്യോ ഇത് ആ സിനിമ, ഇത് ഈ സിനിമ, ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. തെലുങ്ക് ദൃശ്യത്തിൻ്റെ ലൊക്കേഷൻ കാണിച്ചു തന്നു. അതുപോലെ കുറേ ഹിന്ദി പടങ്ങളുടെ ലൊക്കേഷൻ, സിംഗം, ഇങ്ങനെ കുറേ പടത്തിൻ്റെ ലൊക്കേഷൻ. പിന്നെ അതാ കണ്ടില്ലേ കൊട്ടാരം, എല്ലാം അതിനകത്തുണ്ട്. അതൊന്നും പൊളിക്കാതെ ഇങ്ങനെ അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റുഡിയോ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ രാമോജി റാവു ഫിലിം സിറ്റിയാണ്. പിന്നെ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം മഹിഷ്മതി സാമ്രാജ്യം. അവിടെ കയറുമ്പോൾ തന്നെ ബാഹുബലിയിലെ പാട്ടൊക്കെ ഇട്ടിട്ടാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. അതിനകത്ത് കയറുമ്പോൾ നമ്മൾ ശരിക്കും മഹിഷ്മതി സാമ്രാജ്യത്തിൽ നമ്മളെത്തിയ ഒരു ഫീലാണ്. എല്ലാം ഉണ്ട് അവിടെ കേട്ടോ. നമ്മൾ പറ്റാവുന്ന അതിലൊക്കെ എല്ലാവരും കയറി നോക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അവിടെ ബല്ലാർദേവൻ്റെ പ്രതിമ എല്ലാം ഉണ്ട്. പിന്നെ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് കാണിച്ചല്ലോ. റെസ്റ്റോറൻറ്റിൽ നമുക്ക് ജ്യൂസൊക്കെ ഉണ്ട്. ഇപ്പോൾ ജ്യൂസൊക്കെ ഓരോരുത്തരുടെ, അനുഷ്കയുടെ ക്യാരക്ടറിൻ്റെ പേരിലുള്ള ജ്യൂസ് ഉണ്ട്, തമന്നയുടെ ക്യാരക്ടറിൻ്റെ പേരിലുള്ള ജ്യൂസ് ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളത് അഡ്വഞ്ചർ പാർക്കിലെത്തി. അവിടെ ഇപ്പോൾ എൻ്റെ അനിയത്തിയും എൻ്റെ ഫ്രണ്ടിൻ്റെ 2 മക്കളും അവർ ബഞ്ചി ഇജക്ഷനിലൊക്കെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ഉദയനാട് താരത്തിലൊക്കെ ഉണ്ട് ആ ഒരു ഏരിയ കാണിക്കുന്നു. അന്ന് പെയ്ത മഴയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സിനിമ കാണിക്കുന്ന രീതിയിൽ ആ ഒരു ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ട്. ഇത് പിന്നെ ക്രോമയിൽ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നൊക്കെ കാണിച്ചിരുന്ന ഒരു ഏരിയ. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്കം വരിക എല്ലാം അവർ കാണിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര രസമായിരുന്നു അത് മൊത്തത്തിൽ കാണാൻ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു. ഭക്ഷണം കഴിക്കുന്നില്ല, ഒരു കുറവില്ല. എല്ലാവർക്കും പെട്ടെന്ന് വിശക്കുണ്ടായിരുന്നു. പിന്നെ എയർപോർട്ടൊക്കെ കണ്ടു. അതുപോലെ തന്നെ ഇനി പാർക്കാണുള്ളത്. അപ്പോൾ പാർക്കിലേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. നോക്കി എന്തൊരു ഭംഗിയാണ് കാണാൻ. ഇത് മൊത്തം ജാപ്പാനീസ് സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ജാപ്പനീസ് സ്റ്റൈലുള്ള എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. പിന്നെ ബട്ടർഫ്ലൈ പാർക്ക്,
അവിടെ ഫുൾ ഇത് ബട്ടർഫ്ലൈസാണ്. കുറച്ച് നല്ല കൂടിയിനം ബട്ടർഫ്ലൈസിനൊക്കെ അവർ കുറച്ച് കൂട്ടിലടച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ എല്ലാം ഉണ്ട്. പിന്നെ കുറേ ഫോട്ടോ സെഷൻ ആയിരുന്നു അതിനകത്ത്. പിന്നെ ബേർഡ്സ് പാർക്ക്, എല്ലാ തരം ബേർഡ്സും ഉണ്ട് കേട്ടോ. ചില ബേർഡ്സൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ബേർഡ്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ചില ബേർഡ്സൊക്കെ ഇങ്ങനെ അവരുടെ അടുത്ത് അരഗൻ്റായിട്ടൊക്കെ ചൂടായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഏകദേശം ഞങ്ങളുടെ ട്രിപ്പ് തീരാറായി. ഞങ്ങളും നല്ലോണം തളർന്നു. കാരണം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ പണ്ടത്തെ സിനിമയിലൊക്കെ കാണുമല്ലോ ഗുഹ, ആ ഒരു ഗുഹയ്ക്കകത്തൂടെയാണ് നമ്മൾ കയറുന്നത്. ശരിക്കും നമ്മൾ പഴയ സിനിമയൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വരും. ഗുഹയ്ക്കുള്ളിലൂടെയൊക്കെ നസീർ സാറ്, സത്യൻ സാറൊക്കെ പോകുന്ന കുറേ സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു ഫാൻറ്റസി മൂവിയിൽ നമ്മൾ അഭിനയിക്കുകയാണെങ്കിൽ കയറുകയാണെങ്കിൽ ഇങ്ങനെ ഫീൽ ചെയ്യുക, സെയിം ഫീൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഒരു ഗാർഡനിലൂടെ ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോഴേക്കും ഞങ്ങൾ വയ്യാണ്ടായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എന്താ ചെയ്യാവും, റൂമിൽ പോയാലോ എന്ന് വരെ തീരുമാനിച്ചു പോയി. പക്ഷേ നമുക്ക് ഒരു ദിവസത്തേക്കുള്ള ഫുൾ പൈസയും കൊടുത്തുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്ന് തീരുമാനിച്ചു. പിന്നെ ഫിലിം പ്രൊഡക്ഷൻ അതവർ കാണിച്ചിട്ടാണ്. അപ്പോൾ അതിൽ നമ്മളെ അഭിനയിപ്പിച്ച് നമ്മളെ തന്നെ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ അവർ 3 പേരോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലൊന്ന് അഭിനയിക്കുമെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും പിന്നെ അവിടെയുള്ള ഏതോ ഒരു ആളും കൂടെ കയറി. അങ്ങനെ നമ്മളതിൽ അഭിനയിച്ചൊക്കെ ചെയ്തു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ അവർ തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പക്ഷെ വാങ്ങിയില്ല. അതൊക്കെ കഴിഞ്ഞ് ആ ബസ്സിൽ തന്നെ നമ്മളെ സിത്താരയിൽ കൊണ്ടുവിട്ടു. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ ചാർമിനാർ കാണാമെന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പുറത്തിറങ്ങി ആദ്യം ഷോപ്പിംഗ് നടത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, എന്തൊക്കെയോ വാങ്ങിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കുറേ ബാഗ്, കുറേ ഡ്രസ്സ് ഒക്കെ. അങ്ങനെ ഞങ്ങൾ ചാർമിനാറിലേക്ക് പോയി. കാറ് കുറച്ച് ദൂരെ പാർക്ക് ചെയ്യണം കേട്ടോ. കാർ അതിൻ്റെ തൊട്ടടുത്ത് വരെ എത്തും, പക്ഷേ പിന്നെ അതിനകത്തേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അപ്പുറത്ത് നമ്മളൊരു പാർക്കിംഗ് ഒക്കെ സെറ്റായി അവിടെ പാർക്ക് ചെയ്തു. എന്നിട്ട് നടന്ന് ഇങ്ങോട്ട് വന്നു. നല്ല ബുദ്ധിമുട്ടാണ് ആ സ്റ്റെപ്പൊക്കെ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റെപ്പൊക്കെ കയറുന്നതിൻ്റെ മുന്നെയാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് വലിയ തളർച്ചയില്ല. പക്ഷെ സ്റ്റെപ്പ് കയറാൻ വേണ്ടി നല്ല പാടാണ്. എന്നുവെച്ചാൽ വളഞ്ഞു പൊളഞ്ഞുള്ള കുഞ്ഞ് സ്റ്റെപ്സാണ്. ഉമ്മൊക്കെ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോസ് എടുക്കാൻ വേണ്ടി അവരത്ര സമ്മതിക്കില്ല. പക്ഷെ ഞങ്ങൾ കയറി അതിൻ്റെ മേലെയൊക്കെ കണ്ടു. പിന്നെ പുറത്തിറങ്ങി ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് NTR പാർക്കാണ്. അപ്പോൾ NTR മെമ്മോറിയലാണ്. അവിടെ പോയിട്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. അവിടെ കുറേ ആളുകളൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. നമ്മളും കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ലുംബിനി പാർക്കാണ്. അങ്ങനെ ലുംബിനി പാർക്കിൽ പോയിട്ട് ഒന്ന് അടിച്ചു പൊളിക്കാം എന്നാണ് പ്ലാൻ. ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടല്ലോ ഒരൊറ്റ ഓട്ടോയിലേ കയറിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ NTR പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ലുംബിനി പാർക്ക് ഉള്ളത്. അങ്ങനെ അങ്ങോട്ടേക്ക് ഞങ്ങൾ ഒരു ഓട്ടോയിൽ 7 പേര് അങ്ങനെ ലുംബിനി പാർക്കിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ നമ്മൾ കുറച്ച് സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനും ഉമ്മയും എൻ്റെ ഫ്രണ്ടും കഴിച്ചു. അനിയത്തിയും കഴിച്ചിട്ടോ, വേറെ ആരും കഴിച്ചില്ല. അവിടെ ബോട്ടിംഗ് ആണുള്ളത്. അപ്പോൾ ഡാൻസിങ് ബോട്ടുണ്ട്, ഫാമിലി ബോട്ടുണ്ട്, അങ്ങനെ കുറേ തരം ബോട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഡാൻസിങ് ബോട്ടാണ് എടുത്തത്. ഞാൻ അതിൽ കയറി കുറേ നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ പുറത്തിറങ്ങി നമ്മൾ ഇറങ്ങുന്നിടത്ത് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. ഭക്ഷണം കഴിച്ചു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങളിതാ തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ബാംഗ്ലൂരാണ് ലക്ഷ്യം. ബാംഗ്ലൂർ താമസിക്കുന്നു. എന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് നേരെ നമ്മൾ കൊച്ചിയിലേക്ക് വരുന്നു. ഇതാണ് പ്ലാൻ. അങ്ങനെ പോണ വഴി നമ്മൾ ഉടുപ്പി ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചു. അങ്ങനെ ബാംഗ്ലൂർ എത്തി കേട്ടോ. ബാംഗ്ലൂർ എത്തി ഞങ്ങൾ റൂം എടുത്തു. അവിടെ ചെക്ക് ഇൻ ചെയ്തു. അത് കാരണം നല്ല റൂമായിരുന്നു കേട്ടോ. ചാൻസ്ട്രി ഹോട്ടലിലായിരുന്നു റൂം എടുത്തത്. അപ്പോൾ ഒരു സീറ്റ് റൂം തന്നെ കിട്ടി നമുക്ക്. അടിപൊളിയായിരുന്നു, എല്ലാം സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മൾ അന്ന് രാത്രി തന്നെ ബാംഗ്ലൂർ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം പിറ്റേ ദിവസം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നേരെ കൊച്ചിയിലേക്ക് പോകുന്നു എന്നുള്ളതാണല്ലോ പ്ലാൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചർച്ച് സ്ട്രീറ്റ്, ബ്രിഗേഡ് റോഡ് ഒക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. എല്ലാ സ്ഥലത്തും പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. KFCയിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ കാണുന്ന ആൾക്കാർ വിചാരിക്കണ്ട ഫുഡ് കഴിക്കുന്നത് ഫുൾ വീഡിയോയിലുണ്ടല്ലോ എന്ന്. അത് ശരിയാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും നല്ല പോളിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി. ഇനി നേരെ കൊച്ചിയാണ് ലക്ഷ്യം. അപ്പോഴേക്കും എല്ലാവരും നല്ല ടയർഡായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ പോണ വഴി ഒരു മോളിലും കൂടെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഗരുഡ മോളിലൊക്കെ കയറി കുറച്ച് ഷോപ്പ് ചെയ്തു. പുറത്തിറങ്ങി ഉച്ചയ്ക്ക് നല്ല ആന്ധ്ര ബിരിയാണി കഴിച്ചു.
പിന്നെ നേരെ കൊച്ചിക്ക് വിടണം എന്നുള്ളതാണ് ലക്ഷ്യം. നേരെ പോയി ഞങ്ങളുടെ ഫ്ലാറ്റ് എത്തി. ഹാപ്പി.